നമസ്കാരം. ചപ്പാത്തി, പൂരി എന്നിവയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു മികച്ച പരിപ്പ് കറി. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് ഈശ്വപ്രസാദ്. രുചിലോകത്തേക്ക് സ്വാഗതം. ആദ്യമായി നമുക്ക് ആവശ്യമുള്ള അത്രയും പരിപ്പ് ഒരു പാത്രത്തിലിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ ഒരു 100 ഗ്രാം പരിപ്പുണ്ട്. പരിപ്പ് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുക. ശേഷം അല്പനേരം മാത്രം ഒന്ന് കുതിരാനായി മാറ്റിവെക്കാം. കഴുകിയെടുത്ത പരിപ്പ് ഒരു കുക്കറിലേക്ക് മാറ്റാം. പരിപ്പ് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളമൊഴിക്കാം. ഇനി ഇതിലേക്ക് 4 വെളുത്തുള്ളിയും 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരല്പം വലിപ്പമുള്ള ഒരു ടൊമാറ്റോ ഇതേപോലെ കട്ട് ചെയ്തും ചേർക്കാം. അല്പം മല്ലിയില കട്ട് ചെയ്തതും, ഒരു പച്ചമുളക് അല്ല എങ്കിൽ ഇതുപോലെ 2 തൊണ്ടൻ മുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാം. തൊണ്ടൻ മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണിൽ താഴെ ഗരം മസാല വളരെ കുറച്ച് മതി. അതുപോലെ 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം കുക്കർ വേവിക്കാനായി വയ്ക്കാം. 4 വിസിൽ വരുന്നതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങളിൽ ചിലരെങ്കിലും പറയും ഇതിപ്പോൾ സാധാരണ പരിപ്പ് കറി പോലെയല്ല വെക്കുന്നതെന്ന്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇത് എൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ സ്ഥിരമായി വെക്കുന്ന ഒരു കറിയാണ്. വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് ഈ ഒരു കറി വയ്ക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാനും എൻ്റെ പെങ്ങളും ഈ പാചകത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചതും അമ്മയിൽ നിന്ന് തന്നെയാണ്. ആ ഒരു ഓർമ്മയാണ് ഈ ഒരു കറി ഞാൻ വീണ്ടും വെക്കുന്നത്. ഇനിയൊരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതുപോലെ വളരെ കുറച്ച് പെരിഞ്ജീരകവും 2 വറ്റൽമുളക് കട്ട് ചെയ്തതും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ താളിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് കറി. ഈ പരിപ്പ് കറി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല രുചിയുമായി അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.